ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് വളരെ തീവ്രമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റ്, അതിൽ അമേരിക്ക ഇറാന് മേൽ നടത്തിയ അറ്റാക്ക്, അതേപോലെ ഇറാൻ തിരിച്ചടിച്ചു എന്ന് പറയപ്പെടുന്ന വിഷയങ്ങൾ. ഇതിൽ നമ്മൾ അമേരിക്ക അറ്റാക്ക് നടത്തിയത് പ്രാഥമികമായിട്ട് സിറിക് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ 8 സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബന്ദർ അബ്ബാസിൽ 3 അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. കഷം ഐലൻഡിൽ 10 ആക്രമണങ്ങളാണ് നടത്തിയത്. ഇത് മേജറായിട്ട് റെഡ് മാർക്ക് കൊടുത്തിരിക്കുന്ന മാപ്പിൽ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ആ ഏരിയകളാണ്, ആ ഏരിയക്കുള്ളിലാണ് അമേരിക്ക ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബുഷർ ഏരിയയിൽ അമേരിക്കയുടെ ഒരു MQ-9 റീപ്പർ ഡ്രോൺ തകർന്ന് വീണതായിട്ടും അത് വീണ സ്ഥലത്തിൽ വലിയ രീതിയിലുള്ളൊരു സ്ഫോടനം സംഭവിച്ചതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം തുടരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, തുടരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് യുദ്ധം മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ നിരവധി സ്ഥലങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയിട്ടുണ്ട് ഇറാൻ്റെ ഉള്ളിൽ. പ്രത്യേകിച്ച് കർബലായിൽ ആയത്തുൽ അലി ഖമനിയുടെ ഭൗതിക ശരീരം അവിടുത്തെ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി ഇറാനിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ ഇവിടെ ഇടപെടൽ നടത്തി ഒരു അറ്റാക്ക് നടത്തുമോ എന്നുള്ള ഡൗട്ട് പലതരത്തിലും നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേലിന് ആയത്തുൽ അലി ഖമനിയുടെ ബരിയൽ സെറമണി അതൊരു വലിയ ആഘോഷമാക്കി തീർക്കുന്നതിൽ വിയോജിപ്പുണ്ട്. പക്ഷേ ഇസ്രായേലിന് ഇതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല അൺലെസ് ഒരു ആക്രമണം, അതാണ് അതിൻ്റെ പീക്ക് ലെവൽ. കാരണം ഇറാനാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് IRGC ആയത്തുൽ അലി ഖമനിയുടെ ആ ഒരു ബരിയൽ സെറമണിയോടുകൂടി അത് വലിയൊരു പിൽഗ്രിമേജ് സൈറ്റായിട്ട് മാറ്റി തീർക്കാനാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അയാളുടെ ജന്മനാടായിട്ടുള്ള മെഷാദിലായിരിക്കും പ്രത്യേകിച്ചും ആ ഒരു ഏർപ്പാട് അവർ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ യുദ്ധം വീണ്ടും തുടങ്ങിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് എവിടെയാണോ ആ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ, അതായത് ബരിയൽ സെറമണിയുമായിട്ട് ബന്ധപ്പെട്ട സെൻറ്റർ ഓഫ് അട്രാക്ഷൻ, അവിടെ ആക്രമണം നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്, തള്ളിക്കളയാനാവില്ല. ജസ്റ്റ് അമേരിക്കയുടെ ഒരു ഗ്രീൻ സിഗ്നൽ മാത്രം മതി. പക്ഷേ ഇന്നലെ നടന്ന അറ്റാക്കിൽ, ശരിക്കും ഇന്ന് പുലർച്ചെ നടന്ന അറ്റാക്കിൽ ഇസ്രായേലിൻ്റെ പങ്കാളിത്തം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. കാരണം അമേരിക്ക അറ്റാക്ക് നടത്തിയ സ്പോട്ടുകൾ നമുക്ക് മാപ്പ് സഹിതം നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് വിലയിരുത്താം. അപ്പോൾ അതിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഇറാൻ്റെ പോർട്ടുകൾ അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ചാബഹാർ പോർട്ടിൽ ഇന്ത്യയുടെ ഏരിയ അറ്റാക്ക് ചെയ്തോ എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ ഇറാൻ്റെ IRGCയുടെ ഒരു മിലിറ്ററി പോസ്റ്റ്, അവരുടെ വാച്ച് ടവർ, അതുപോലെ തന്നെ അവരുടെ വലിയ ഇൻഫ്രാസ്ട്രക്ചർ മൊത്തത്തിൽ അടിച്ച് ചിന്നാഭിന്നമാക്കി കളഞ്ഞിട്ടുണ്ട് അമേരിക്ക. അവിടുത്തെ ലോക്കൽസ് അത് വീഡിയോ പകർത്തി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാബഹാർ പോർട്ട് അറ്റാക്ക് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ, ഇറാൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തുള്ള അറ്റാക്ക് ആയിരിക്കും ഇനി നടത്തുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് ട്രംപ് ഒരു ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പുള്ളി പങ്കുവച്ചിരിക്കുന്നത് ഇറാൻ്റെ ഒരു റെയിൽവേ ബ്രിഡ്ജ്, വലിയൊരു റെയിൽവേ കണക്റ്റിംഗ് ബ്രിഡ്ജ് അറ്റാക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കീഴിൽ വരും. അപ്പോൾ ഇത്തരത്തിലുള്ള സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ ഇനി മാസീവായിട്ടുള്ള ഡിസ്ട്രക്ഷൻസിലേക്ക് പോകുമെന്നാണ് അമേരിക്ക പറയുന്നത്. അപ്പം ഇറാൻ റിറ്റാലിയേറ്റ് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചാൽ അവർ റിറ്റാലിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറാന് ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് നമ്മൾ ഇതിന് മുമ്പുള്ള യുദ്ധങ്ങളിലും നമ്മൾ കണ്ടതാണ്. ഇറാൻ വലിയ സംഭവമാണെന്നൊക്കെ പല വാർത്തകളിലും നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതങ്ങനെയല്ല. ശരിക്കും അതിൻ്റെ റിയൽ പിക്ചർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അവരുടെ കയ്യിലുള്ള ഒരേ ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് മിസൈലുകളാണ്, പിന്നെ ഡ്രോണുകളും. ഇത് മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. അല്ലാതെ പ്രിസൈസ് ആയിട്ടുള്ള സ്പെസിഫിക് എയർ സ്ട്രൈക്കുകൾ നടത്താനുള്ള അറ്റാക്കിംഗ് പവർ ഇറാൻ ഇല്ല. അതൊരു യാഥാർത്ഥ്യമാണ്, അൺഡിനയബിൾ ഫാക്റ്റുമാണ്. അപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിൽ സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അമേരിക്കയുടെ ചുമതല. അപ്പോൾ അതിനെ തുടർന്ന് ഇന്നലെ ഓവർനൈറ്റ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിൻ്റെ ആ ഒരു എയർ സ്പേസിൽ അമേരിക്കയുടെ റീഫ്യൂവലിംഗ് എയർക്രാഫ്റ്റുകൾ പറന്നുകൊണ്ട് തന്നെ ഇരുന്നത്. അങ്ങനെ അമേരിക്ക എയർ സ്പേസ് മൊത്തത്തിൽ ഒക്കുപ്പൈ ചെയ്ത് വെച്ചിരുന്നു എന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ എയർ സ്പേസ് ക്ലോസ്ഡ് ആയിരുന്നു. നാറ്റോ സബ്മിറ്റിൽ അവസാനം ട്രംപ് പറഞ്ഞു വെച്ചത് ഞങ്ങൾ സോഫ്റ്റ് ആയിട്ടൊരു ഡീൽ ഇറാനുമായിട്ട് ഏർപ്പെടുത്താം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഇറാന് ഒരു സോഫ്റ്റ് ഡീലിനോട് താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ഹാർഡ് ഹിറ്റ്, സ്ട്രോങ് ആയിട്ട് ആക്രമണം നടത്തിക്കൊണ്ട് ഇനിയും കൂടുതൽ ഡാമേജസ് വരുത്തിക്കൊണ്ട് ഒരു ഡീലിലേക്ക്, അതും അവർക്ക് അനുകൂലമായിട്ടൊരു ഡീലിലേക്കല്ല, മറിച്ച്
അമേരിക്കയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഡീലിലേക്കാണ് ഇനി ഞങ്ങളുടെ ശ്രദ്ധ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നാറ്റോയിൽ വെച്ചിട്ട് ജോർജിയ മെലോണിയെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജോർജിയ മെലോണി പഴയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ ഫോട്ടോഗ്രാഫ് ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം അവിടെ ചർച്ചയായില്ല. ജസ്റ്റ് ഒരു ഫോർമൽ മീറ്റിംഗ് എന്നുള്ള നിലയിൽ ജോർജിയ മെലോണി വന്ന് ജസ്റ്റ് ഹാൻഡ് ഷേക്ക് കൊടുത്തിട്ട് വലിയ രീതിയിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കാതെയാണ് ജോർജിയ മെലോണി മടങ്ങിയത്. മടങ്ങി അവരുടെ സീറ്റിൽ പോയി ഇരിക്കുകയുണ്ടായി. ബട്ട് ട്രംപ് സ്പെയിനിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്പെയിനുമായിട്ട് ഇനി ഒരു തരത്തിലുള്ള ഇടപാടുകളുമില്ല, സ്പെയിൻ ഞങ്ങളുടെ കൂടെ അല്ല നിന്നിരുന്നത്. പ്രത്യേകിച്ച് സ്പെയിൻ അവരുടെ എയർബേസ് ഒന്നും അമേരിക്കയ്ക്ക് കൊടുത്തില്ല, മറിച്ച് ഇറാൻ ആക്രമണത്തിന് എതിരാണ്, അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നതിന് എതിരാണ്, ഇസ്രായേലിനെതിരാണ് സ്പെയിൻ. അപ്പോൾ ഇത്തരത്തിൽ പെഡ്രോ സാൻഡേഴ്സ് നിലപാടെടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്പെയിനുമായിട്ട് ഇനി അമേരിക്കയ്ക്ക് ഒരു ഇടപാടുമില്ല എന്ന് പറഞ്ഞു വെച്ച സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ജോർജിയ മെലോണി പറയുന്നത് ഞങ്ങൾക്കും ഇറ്റലിക്കും ഇറാന് മേൽ അമേരിക്ക ആക്രമണം നടത്തുന്നതിൽ വലിയ താല്പര്യമില്ല. നേരെ മറിച്ച് ആയുധങ്ങളാണോ ആശുപത്രികളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റലി ഹോസ്പിറ്റൽസിനെ ചൂസ് ചെയ്യുള്ളൂ, ആയുധങ്ങളെയല്ല ചൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ജോർജിയ മെലോണി പറഞ്ഞു വെച്ചത്. ഇത് തികച്ചും ട്രംപിൻ്റെ സ്പെയിനിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നതിന് തൊട്ട് പുറകെയാണ് ജോർജിയ മെലോണി സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അതായത് അവരും കൃത്യമായിട്ട് അമേരിക്കയ്ക്കെതിരെയുള്ള നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇറ്റലിയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം ഇവിടം കൊണ്ട് തീരില്ല, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ IRGCക്കുള്ളിൽ ഒരു ഡിവൈഡ്, രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഇനി ഒരു നെഗോസിയേഷനിലേക്കുള്ള മുന്നോട്ട് പോക്ക് വളരെ വിദൂരമാണ്. അപ്പോൾ ഇന്നലെ അമേരിക്ക ഞാൻ സൂചിപ്പിച്ചതുപോലെ ചബഹാർ പോർട്ടിൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. IRGCയുടെ 110 കമാൻഡോ ബ്രിഗേഡ് ബേസ് അവിടെയുണ്ട്. അതുപോലെ തന്നെ അവരുടെ വാച്ച് ടവർ, അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലേക്ക് നിരീക്ഷണം നടത്താൻ പറ്റുന്ന രീതിയിലുള്ള വ്യൂ ഫൈൻഡേഴ്സ് എവിടെയൊക്കെ ഉണ്ടോ ആ സ്ഥലങ്ങളാണ് അമേരിക്ക കേന്ദ്രീകരിച്ച് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. രണ്ടാമത് അമേരിക്ക തിരഞ്ഞെടുത്ത സ്ഥലം അബു മൂസ ഐലൻഡ്. ഈ അബു മൂസ ഐലൻഡുമായിട്ട് ബന്ധപ്പെട്ട് UAEയും ഇറാനും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ഒരു ലാൻഡാണ്. ആ ലാൻഡിൽ ഇറാൻ്റെ സാന്നിധ്യമുണ്ട്, ഇറാൻ്റെ IRGCയുടെ മിലിറ്ററി സാന്നിധ്യമുണ്ട്. അവിടേക്കാണ് അറ്റാക്ക് നടത്തിയത്. ഈ അറ്റാക്ക് UAEക്ക് ഗുണം ചെയ്യും. അത് കഴിഞ്ഞ് സിറിക് എന്ന് പറഞ്ഞ ആ ഒരു സ്പോട്ടിലും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. നാലാമത് ലവാൻ ഐലൻഡ് എന്ന് പറഞ്ഞ ഐലൻഡിൽ അവിടെ ഒരു റിഫൈനറി ഉണ്ട്, അതുപോലെ തന്നെ അവിടെ IRGCയുടെ സാന്നിധ്യമുണ്ട്. ഈ ലവാൻ ഐലൻഡിലും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഈ ലവാൻ ഐലൻഡുമായിട്ട് ബന്ധപ്പെട്ട് UAEയെ ബന്ധപ്പെടുത്തി ഇറാൻ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്താണ് അമേരിക്ക ഡയറക്റ്റ് ആയിട്ട് ഹിറ്റ് ചെയ്തിരിക്കുന്നത്, ലവാൻ ഐലൻഡിൽ. അവിടെ വലിയ രീതിയിലുള്ള എണ്ണ സമ്പത്തുണ്ട്, ഇനിയും കുഴിച്ചെടുക്കാൻ പാകത്തിന് എണ്ണയുണ്ട് അവിടെ. അഞ്ചാമത്തെ സ്ഥലം ചോക്ഡാക്ക് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ ചോക്ഡാക്ക് എന്ന് പറഞ്ഞ സ്ഥലം കുറച്ചങ്ങ് നീങ്ങി അകത്ത്, അതായത് പേർഷ്യൻ ഗൾഫിൻ്റെ അങ്ങ് അറ്റത്ത് ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ചോക്ഡാക്ക്. അതായത് കാർഗ് ഐലൻഡിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ചോക്ഡാക്ക് എന്ന് പറഞ്ഞ സ്ഥലം. ആ സ്ഥലത്തും അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അവിടെയും ഇവർക്കൊരു വാച്ച് ടവർ ഉണ്ട്, IRGCയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ആറാമത്തെ സ്ഥലമാണ് വളരെ നിർണായകമായിട്ടുള്ള സ്ഥലം, തെഹ്റാൻ്റെ ടോപ്പ് എഡ്ജിൽ കിടക്കുന്ന സ്ഥലമാണ് അഖ്ല എന്ന് പറഞ്ഞ സ്ഥലം. ഈ അഖ്ല എന്ന് പറഞ്ഞ സ്ഥലം റഷ്യയുമായിട്ട് ട്രേഡ് റൂട്ട് ഓപ്പൺ ആകുന്ന ഒരു ഏരിയയാണ്. അതിലൂടെയാണ് റഷ്യൻ കണക്ടിവിറ്റി ഇറാന് വരുന്നത്. ആ സ്പോട്ടിലേക്കാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. ഈ സ്ഥലം അറ്റാക്ക് നടത്തിയത് ഇസ്രായേലാണോ അമേരിക്കയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. അമേരിക്ക ഇതുവരെ ഇസ്രായേലിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇസ്രായേലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അറിയിപ്പും പുറത്ത് വിട്ടിട്ടുമില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആക്രമണങ്ങൾ ഇതിലും ശക്തമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇസ്രായേലും അമേരിക്കയും തമ്മിൽ വീണ്ടും ഒരു ജോയിൻ്റ് അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ട് ഇസ്രായേലിൻ്റെ ഉള്ളിൽ നിന്നും ഒരു കൺസെൻറ്റ് കിട്ടേണ്ടതുണ്ട്, പ്രത്യേകിച്ച് നെസറ്റിൽ നിന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ ബെസായൽ സ്മൂട്രിച്ച് ഇന്നലെ പറഞ്ഞിരിക്കുന്നത് തുർക്കിക്ക് F-35 കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് ശക്തമായ വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് പുള്ളിക്കാരൻ ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ബെസായൽ സ്മൂട്രിച്ച് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഫൈനാൻഷ്യൽ മിനിസ്റ്ററാണ്. പുള്ളിക്കാരനാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പണായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് ട്രംപിൻ്റെ ഈ നാറ്റോ തുർക്കി സ്നേഹം, തയ്യബ് എർദോഗൻ നാടകം ഇതെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് സ്ട്രെയിറ്റ് പാത്തിലേക്ക് സഞ്ചരിക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെടുന്നത്. ഗാലിബാഫ് പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ഇത്രത്തോളം ഇറാൻ്റെ കയ്യിൽ നിന്നുള്ള തിരിച്ചടി വാങ്ങിച്ചിട്ടും, ഇതാണ് കോമഡി, തിരിച്ചടി വാങ്ങിച്ചിട്ടും തകർന്നടിഞ്ഞ് കിടക്കുകയാണ് ഇറാൻ. അത് വേറെ കാര്യം. 4 മിസൈലുകൾ വിട്ടിട്ടാണ് പറയുന്നത് തിരിച്ചടി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഈ തിരിച്ചടി വാങ്ങിച്ചിട്ടും അവർ പാഠം ഉൾക്കൊണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ശക്തമായ രീതിയിൽ ഞങ്ങൾ റിറ്റാലിയേറ്റ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിവേ ലെറ്റ് us see. JD വാൻസ് ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്നത്, JD വാൻസിന് ഇപ്പോഴെങ്കിലും പാകിസ്ഥാനുമായിട്ട് ചേർന്ന് ഇറാൻ ഡീലിലേക്ക് പോയതൊരു മണ്ടത്തരമാണെന്ന് തിരിച്ചറിയാനുള്ള സമയം കൂടിയാണിത് JD വാൻസിന്. JD വാൻസ് പറഞ്ഞിരിക്കുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ആൾവേസ് ഓപ്പൺ ആയിരിക്കണം, ട്രാൻസ്പോർട്ടേഷൻ സ്മൂത്ത് ആയിരിക്കണം. അവിടെ ഒരു സ്മൂത്ത് ട്രാൻസ്പോർട്ടേഷൻ വരുന്നത് വരെ ഞങ്ങൾ ആക്രമണം തുടരുമെന്നാണ് JD വാൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇറാൻ്റെ റിറ്റാലിയേഷൻ ഉണ്ടായെന്ന് വെച്ചാൽ യെസ്, ഇറാൻ റിറ്റാലിയേറ്റ് ചെയ്തു.
4 രാജ്യങ്ങളുടെ അമേരിക്കൻ ബേസാണ് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, ജോർദാൻ. ഈ 4 രാജ്യങ്ങളുടെ എയർബേസാണ് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ജോർദാൻ്റെ ഉള്ളിൽ കുറേ ഡെബ്രി ഇൻ്റർസെപ്റ്റ് ചെയ്ത സമയത്ത്, മിസൈൽ ഇൻ്റർസെപ്റ്റ് ചെയ്ത സമയത്ത് ഡെബ്രി വന്ന് പതിച്ചിട്ട് ചില അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതായത് ആളപകടങ്ങളുണ്ടോ അല്ലെങ്കിൽ കാഷ്വാലിറ്റീസ് ഉണ്ടോ, ഇതൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പരമാവധി എല്ലാം തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പുലർച്ചെ 3:30 ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ 3 രാജ്യങ്ങളും അവരുടെ രാജ്യത്തിലെ പൗരന്മാർക്ക് അലേർട്ട് കൊടുത്തിരുന്നു. ഈ സൈറൻ അലേർട്ട് ഖത്തറിൽ മുഴങ്ങിയിരുന്നു. അതുപോലെ തന്നെ മൊബൈൽ ഡിവൈസ് വഴിയുള്ള SOS മെസ്സേജുകളും അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് 8-ാം തീയതി അതിരാവിലെ നടത്തിയ അറ്റാക്ക്, അതിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഞാൻ വീഡിയോ ഫുട്ടേജ് ഒന്നുകൂടെ കാണിക്കാം. ആ വാഹനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ആൾക്കാർ ചീറിപ്പാഞ്ഞ് പോകുന്നത് നമുക്ക് അതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. ഇത് ബന്ദർ അബ്ബാസ് പോർട്ടിലാണ് ഈ അറ്റാക്ക് നടക്കുന്നത്. പൊട്ടിത്തെറിക്കുന്ന ആ ശബ്ദത്തിനിടയിൽ വാഹനങ്ങൾ എടുത്തുകൊണ്ട് ആൾക്കാർ രക്ഷപ്പെട്ടു പോകുന്ന രംഗമാണ് ഇവിടെ കാണുന്നത്. അതേസമയം തുടരെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലാസ്റ്റ് നടന്നത് കെഷം ഐലൻഡിലാണ്. അവിടെ 10 തവണയാണ് അറ്റാക്ക് നടത്തിയത്. അതേപോലെ തന്നെ വിവിധ മേഖലകളിൽ ഈ മാപ്പിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും പോർഷനിൽ 80-ലധികം തവണ അമേരിക്ക എയർ സ്ട്രൈക്ക് നടത്തിയതായിട്ടാണ് വാർത്തകൾ വരുന്നത്. അപ്പോൾ 80-ലധികം അറ്റാക്ക് അമേരിക്ക നടത്തിയ സ്ഥിതിക്ക് അതേ വാർത്തയെ വളച്ചൊടിച്ചുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ ഇറാൻ 85 ആക്രമണങ്ങൾ നടത്തി എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ കെട്ടിച്ചമച്ചിട്ടുണ്ടായിരുന്നു. ഇറാൻ അനുകൂലികൾ, അതായത് ഇറാനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളൊക്കെ അത്തരത്തിലാണ് വാർത്തകൾ കൊടുത്തിരുന്നത്. പക്ഷേ 85 അറ്റാക്ക് ഇറാൻ നടത്തിയിട്ടില്ല. ഇറാനാണെന്നുണ്ടെങ്കിൽ ആയത്തുൽ അലി ഖമനേയിയുടെ ഭൗതിക ശരീരം എടുത്തുകൊണ്ട് റാലിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവർ ഇന്നലെ മഹാൻ എയറിൽ ലോഡ് ചെയ്ത് ആയത്തുൽ അലി ഖമനേയിയുടെ മൃതശരീരം ഇറാഖിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇറാഖിലെ നജാഫിൽ എത്തിച്ചിട്ട് അവിടെ നിന്ന് ഈ കർബല എന്ന് പറയുന്നത് ഷിയ മുസ്ലിംസിൻ്റെ, അതായത് സുന്നികൾക്ക് എങ്ങനെയാണോ മക്ക ഉള്ളത് അതേപോലെ ഒരു പുണ്യസ്ഥലമാണ് കർബല എന്ന് പറയുന്നത്. അത് ഇറാഖിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കർബലയിൽ ചെന്ന് അവരുടെ ഇമാം ഹുസൈൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് ഒരു ഫെയർവെൽ അത് തീർത്തിട്ടാണ് മൃതശരീരം വീണ്ടും ഇറാനിലേക്ക് എയർക്രാഫ്റ്റ് വഴി ഷിഫ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇറാനിലായിരിക്കും ബറിയൽ സെറമണി നടക്കാൻ പോകുന്നത്. 9-ാം തീയതിയാണ് അവസാനത്തെ ആ ഒരു ബറിയൽ സെറമണി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതാണ് നിലവിലെ അമേരിക്ക ഇറാനിൽ നടത്തിയ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ്. തീർച്ചയായിട്ടും ബഹ്റൈൻ്റെ ഉള്ളിലും കുവൈറ്റിൻ്റെ ഉള്ളിലും നിരവധി ആക്രമണങ്ങൾ ഇറാൻ ടാർഗറ്റ് ചെയ്ത് നടത്തിയിട്ടുണ്ട്. മിസൈലുകളാണ് അയച്ചത്. വേറൊരു രീതിയിലും അവർക്ക് അറ്റാക്ക് നടത്താനുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ അവർ കുവൈറ്റിലെ അൽസലീം എയർബേസിലേക്കാണ് അവർ അറ്റാക്ക് നടത്തിയത്. ഇതിൽ പരമാവധി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇറാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, അതായത് നെഗോസിയേഷനിൽ ഒപ്പിട്ട് MOU സൈൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ സ്മൂത്തായിട്ട് ഏത് വഴി വേണമെങ്കിലും കപ്പലുകൾ പൊക്കോട്ടെ, എന്ത് കുഴപ്പമാണ്, ഒമാന്റെ തീരത്തൂടെ പോയാലെന്ത്, ഇറാന്റെ തീരത്തൂടെ പോയാലെന്ത്, എന്തിനാണ് ഇവർ കപ്പലുകളെ ആക്രമിക്കുന്നത്, അതും കമേഴ്ഷ്യൽ ഷിപ്പുകളെ എന്തുകൊണ്ട് ആക്രമിക്കുന്നു, അവരുടെ എണ്ണ വിറ്റോളാനുള്ള ഫ്രീ പെർമിഷൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു, സാങ്ഷൻ ഇല്ല. അപ്പോൾ ഇറാൻ എണ്ണ വിൽക്കാം. അപ്പോൾ ഈ കിട്ടിയ ഗ്യാപ്പിൽ അവർ മാക്സിമം എണ്ണ വിറ്റ് അവർക്ക് കിട്ടാനുള്ള വരുമാനം എന്താണോ അത് കണ്ടെത്തുക. അതിലുപരിയായിട്ട് ഈ ഒരു 60 ഡേയ്സിലേക്ക് അവർ സമാധാനമായിട്ട് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതിന് പകരം അവർ കപ്പലുകൾക്ക് നേരെ, മറ്റുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെ വെക്കിട്ട് കയറുന്ന പരിപാടിയാണ് ഇറാൻ ചെയ്തുകൊണ്ടിരുന്നത്. പരമാവധി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ അഭിപ്രായം ഇത് തന്നെയാണ്. ഇറാൻ ഒരിക്കലും ഈ MOU സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കപ്പലുകൾക്ക് നേരെ അറ്റാക്ക് നടത്താൻ പാടില്ല എന്നുള്ളതാണ്. അതായത് 24 അവേഴ്സിൽ 5 കപ്പലുകൾക്കെതിരെയാണ് അവർ ആക്രമണം നടത്തിയത്. അതാണ് അമേരിക്ക ശക്തമായ രീതിയിൽ തിരിച്ചടിച്ചത്. ഈ സാഹചര്യത്തിൽ ഗാലിബാഫ് ആണെന്നുണ്ടെങ്കിൽ ഗാലിബാഫ് പറയുന്നത് അമേരിക്കയാണ് MOU ലംഘനം നടത്തിയിരിക്കുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഗാലിബാഫ് പറയുന്നുണ്ട്. ഇപ്പം ഇതിനകത്തൊരു കാര്യം ചോദിക്കാനുള്ളത്, ഗാലിബാഫ് ഇത് പറയാനുള്ള എന്ത് അർഹതയാണുള്ളത്? ഗാലിബാഫ് ശരിക്കും ഇവരാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമസിലൂടെ സമാധാനപരമായി കടന്നു പോയിക്കൊണ്ടിരുന്ന കപ്പലുകൾക്കെതിരെ അറ്റാക്ക് നടത്തിയത്. എന്തായാലും 60 ദിവസം ഇവർക്ക് ടോളൊന്നും പിരിക്കാൻ കഴിയില്ല. 60 ദിവസത്തേക്ക് ഞങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളത് ഇവർ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഒമാന്റെ തീരത്തൂടെ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്നത്? അത് ആക്രമിച്ചത് കൊണ്ടാണല്ലോ അമേരിക്ക തിരിച്ചടിച്ചത്. പിന്നെ ആരാണ് ഇവിടെ MOU ലംഘനം നടത്തിയത്? MOU ലംഘനം നടത്തിയത് ഇറാനാണ്, അല്ലാതെ അമേരിക്കയല്ല. മിക്കവാറും ആയത്തുൽ അലി ഖമനേയിയുടെ ഇപ്പം മൃതദേഹം പകുതി വഴിക്കിട്ടിട്ട് വീണ്ടും യുദ്ധം നടത്തേണ്ട സാഹചര്യത്തിലേക്ക് ഇറാൻ മാറുകയാണ്. അതാണ് നമുക്കിപ്പം മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ലെബനൻ്റെ ഉള്ളിൽ പ്രത്യേക ചില സ്ഥലങ്ങൾ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അലി അൽ താഹിർ റിഡ്ജ് എന്ന് പറഞ്ഞ അവിടെ ഒരു മൗണ്ടൻ ഉണ്ട്. ആ മൗണ്ടനിൽ, ആ കുന്നിൻ്റെ മേളിൽ ഇസ്രായേലിൻ്റെ ഫ്ലാഗ് അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഇസ്രായേലിൻ്റെ ഫ്ലാഗ് അവിടെ പാറിപ്പറക്കുകയാണ്. ആരും, ഒരു ഹെസ്ബുള്ള മെമ്പർ പോലും ആ ഫ്ലാഗിനെ തൊടാൻ ഇതുവരെ ധൈര്യപ്പെട്ടിട്ടില്ല. അലി അൽ താഹിർ എന്ന് പറയുന്നത് ലിറ്റാനി റിവറും കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ശരിക്കും ലെബനൻ്റെ ഹാർട്ട് പോർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ നിന്നും ബെയ്റൂത്തിന് കുറച്ച് ദൂരമേ ഉള്ളൂ. അവിടെയാണ് ഇസ്രായേലിൻ്റെ പതാക കൊണ്ട് ഇസ്രായേൽ സ്ഥാപിച്ചിരിക്കുന്നത്. എന്ത് ഹെസ്ബുള്ള, എന്ത് IRGC. ബെയ്ത്ത് യാഹു എന്ന് പറഞ്ഞ സ്ഥലം
ബ്രാച്ചിറ്റ് എന്ന് പറഞ്ഞ സ്ഥലം, നബാട്ടിയ എന്ന് പറഞ്ഞ സ്ഥലം, അൽഫൗഖ എന്ന് പറഞ്ഞ സ്ഥലം, പിന്നെ അലി അൽ താഹിർ റിച്ച്, ഇത്രയും ഏരിയകളാണ് ഇസ്രായേൽ ഫോക്കസ് ചെയ്ത് അറ്റാക്ക് നടത്തിയത്. തകർത്ത് വെച്ചിട്ടുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ പോലീസ് ഇന്നലെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ, പ്രത്യേകിച്ച് ഈ അറബ് കമ്മ്യൂണിറ്റികൾ താമസിക്കുന്ന സ്ഥലത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. അവിടുത്തെ ഇല്ലീഗൽ പ്രവർത്തനങ്ങൾ കണ്ടെത്താനുള്ള ആ ഒരു ശ്രമമാണ് നടത്തിയതെന്നുള്ള വാർത്ത ഞാൻ ഇതിനു മുമ്പുള്ള ന്യൂസിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് 24 ഇസ്രായേലി ലോക്കൽ അറബുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്രിമിനൽ കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ബെദൂവിയൻ ഗ്രൂപ്പുകൾ താമസിക്കുന്ന നെഗേവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് 24 പേരെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇസ്രായേലിൽ ഉടനീളം ഈ ഓപ്പറേഷൻ തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വരും ദിവസങ്ങളിലും. ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ വീണ്ടും ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അവിടെ ഒരു ഹമാസ് പ്രവർത്തകൻ ഒക്ടോബർ 7, 2023 ആക്രമണത്തിൽ പങ്കെടുത്ത മുഹമ്മദ് ഇമാദ് റഹ്മാൻ അബു ധാരിഖ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ. അതുപോലെ അമേരിക്ക ആണെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ എണ്ണക്കച്ചവടത്തിന് മേളിൽ വീണ്ടും സാങ്ഷൻ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അതായത് ഇതിനു മുമ്പ് അവർക്ക് കൊടുത്തിരുന്ന സാങ്ഷൻ റിലീഫ് ഇപ്പം നീക്കം ചെയ്തിരിക്കുകയാണ്. ഇനി ഇറാൻ്റെ കയ്യിൽ നിന്നും എണ്ണ ആരും വാങ്ങിക്കാൻ പാടില്ല എന്നുള്ള ആ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് അമേരിക്ക വീണ്ടും. മര്യാദയ്ക്ക് എണ്ണയും മറ്റുള്ള പൈസയും വാങ്ങിച്ചുകൊണ്ടിരുന്നാൽ പോരെ. ഇറാൻ MOU ലംഘനമായിട്ട് പറഞ്ഞു കാണിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇപ്പം ഞങ്ങൾ ഇതാ എണ്ണ വിൽക്കാൻ അനുവദിക്കുന്നില്ല. അതിപ്പോഴാണല്ലോ നിങ്ങൾ ആക്രമണം നടത്തിയത് കൊണ്ടാണ് ഇപ്പോൾ എണ്ണ വിൽപ്പന തടഞ്ഞത്. അത് നമ്പർ 1. അതൊക്കെ ഇപ്പോൾ പോയിന്റായിട്ട് എടുത്തുകൊണ്ട് വരികയാണ്. അതുപോലെ തന്നെ ലെബനൻ്റെ ഉള്ളിൽ നിങ്ങൾ ആക്രമണം നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നിർത്തിയിട്ടില്ല എന്നുള്ള മുടന്ന ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതേ സിറ്റുവേഷനിൽ തന്നെയാണ് MOU സൈൻ ചെയ്തത്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് MOU സൈൻ ചെയ്തത്? അതിന് മുമ്പേ തന്നെ നിങ്ങൾ ഓൺലൈനിൽ സൈൻ ചെയ്ത് ഇങ്ങനെയൊക്കെ പേജൊക്കെ ഇങ്ങനെ പൊക്കി കാണിച്ച് എന്തുകൊണ്ടാണ്? ഇതിനൊന്നും ഉത്തരവില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ മസൂദ് പെസസ്കിയാൻ ആയിക്കോട്ടെ, അതേപോലെ അബ്ബാസ് അറക്ചി ആയിക്കോട്ടെ, ഗാലിബഫ് ആയിക്കോട്ടെ, ശക്തമായ രീതിയിൽ ഇറാൻ്റെ ഉള്ളിൽ വിവേചനം നേരിടുകയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അവരുടെ സുപ്രീം ലീഡറായിട്ടുള്ള ആയത്തുല്ല അലി ഖമനയുടെ ബരിയൽ സെറമണിയുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ജനവികാരം തന്നെ ഇവർക്കെതിരാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഉരുണ്ടുകളിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ട്രംപ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇവർ ചീറ്റേഴ്സാണ്, ഇവർ ലയറാണ്, ഇവർ ഒരു തരത്തിലും വിശ്വസിക്കാൻ കൊള്ളാത്ത ആൾക്കാരാണെന്നുള്ള സകലമാന ഭാഷകളും ഇറാനെതിരെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ശരിക്കും നാറ്റോ സമ്മിറ്റ് വെച്ചിട്ടാണ് ഇവർക്കെതിരെയുള്ള ഭാഷ ഉപയോഗിച്ചത്. ഇനി ഞാൻ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല, ഇനി അവരെ വിശ്വസിക്കില്ല, ഇനി അമേരിക്കയ്ക്ക് ചെയ്യാനുള്ളത് അമേരിക്ക ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. ആ ചെയ്യാനുള്ളത് അങ്ങ് ചെയ്താൽ വളരെ നന്നായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇത് മാസക്കണക്കിൽ ഇങ്ങനെ വലിച്ചഴിച്ച് കൊണ്ടുപോയിട്ട് ഇത് ഓൾറെഡി തന്നെ ഇസ്രായേലിൻ്റെ കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ ഈ പരിപാടി അങ്ങ് തീർന്നു തന്നെ പണ്ടേ. ഇതിപ്പോൾ ട്രംപ് ഇടപെട്ടുകൊണ്ട് JD വാൻസ്, പാകിസ്ഥാൻ ഇതെല്ലാവരും കൂടെ ശരിക്കും ഒരു അഴകുഴമ്പൻ സിറ്റുവേഷനാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിങ്ങനെ വലിഞ്ഞഴഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ ഒരു ഇഴച്ചൽ കൊണ്ട് ബുദ്ധിമുട്ടിലാകുന്ന പ്രവാസികൾ ഒരുപാടുണ്ട്. സ്കൂൾ വെക്കേഷനും അതുമായിട്ടൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് പോകാനിരിക്കുന്ന ആൾക്കാരൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടിലാകുകയാണ്. പിന്നെ വീണ്ടും യുദ്ധം വരുമോ എന്നുള്ളൊരു ഭീതി. ഇനി വന്നു കഴിഞ്ഞാൽ ഈ എടുത്ത ടിക്കറ്റ് എന്താവും, ഫ്ലൈറ്റ് സർവീസുകൾ കൃത്യമായിട്ട് ഉണ്ടാകുമോ, ഇനി എടുത്ത ടിക്കറ്റൊക്കെ ക്യാൻസൽ ആകുമോ, റീഫണ്ടുകൾ കൃത്യമായിട്ട് കിട്ടുമോ, നാട്ടിലേക്ക് പോകാൻ പറ്റുമോ പറ്റില്ലയോ, ഇങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ പ്രവാസികൾക്കുമുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കാരണം എന്താണ്? ഇത്തരത്തിൽ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ടാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 months ആക്രമണം നടത്തി ഈ യുദ്ധം ഏതെങ്കിലും തരത്തിലൊന്ന് അവസാനിച്ചിരുന്നെങ്കിൽ ബെസ്റ്റ് സൊല്യൂഷനായി തീർന്നേനെ. പക്ഷെ ഇപ്പോൾ ഇത് വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും പറഞ്ഞതുപോലെ ഈ യുദ്ധം ഒന്ന് നടത്തി അങ്ങ് തീർക്കുമോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ബ്രേക്ക് ചെയ്ത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിലാക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഒരു അൺസർട്ടനിറ്റി മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ യുദ്ധം അവസാനിപ്പിച്ചതിൻ്റെ പേരിൽ ആഘോഷം നടത്തിയ പാകിസ്ഥാൻ്റെ പ്രൈം മിനിസ്റ്റർ ഷഹബാസ് ഷെരീഫിനെതിരെ അമേരിക്കയുടെ ഉള്ളിൽ അമേരിക്കൻ കോൺഗ്രസ്സിൽ സെനറ്റ് മെമ്പർ കൃത്യമായിട്ട് ഷഹബാസ് ഷെരീഫിനെതിരെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് MOU സൈൻ ചെയ്ത ഉടനെ തന്നെ പാകിസ്ഥാൻ ഇതിന് സെലിബ്രേറ്റ് ചെയ്യാനാണ് ആഗ്രഹിച്ചിരുന്നത്. അവർ സെലിബ്രേറ്റും ചെയ്തു. ഇറാനെ വിളിച്ചു വരുത്തി അവരെ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തു. അതിലുപരിയായിട്ട് ഇറാന്റെ ഉള്ളിലേക്ക് പോയി ആയത്തുൽ അലി ഖമനിയുടെ ഫ്യൂണറൽ സെറമണിക്ക് പോയി നിന്ന് ഷഹബാസ് ഷെരീഫിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് പാകിസ്ഥാന്റെ ഡബിൾ സ്റ്റാൻഡാണ്, ഇരട്ടത്താപ്പാണ്, അവരുടെ നയം ശരിയല്ല എന്നുള്ള രീതിയിൽ ആഞ്ഞടിച്ചിട്ടുണ്ട് അമേരിക്കയുടെ ഉള്ളിൽ നിന്ന്. പക്ഷേ പാകിസ്ഥാൻ എല്ലാ കാലത്തും അവർ മതരാഷ്ട്രമാണ്, മതമാണ് അവരുടെ പ്രയോറിറ്റി, മത നിലപാടുകളാണ് അവരെടുക്കുന്നത്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം, സുന്നി ആയിക്കോട്ടെ ഷിയ ആയിക്കോട്ടെ, അൾട്ടിമേറ്റ്ലി അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുമ്പോഴത്തേക്കും പാകിസ്ഥാന് ഇറാൻ തന്നെയാണ് പ്രാധാന്യം. കാരണം അറ്റ്ലീസ്റ്റ് അത് ഇസ്ലാം കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ പാകിസ്ഥാൻ ആ രീതിയിൽ തീരുമാനം എടുക്കൂ, പാകിസ്ഥാൻ ആ രീതിയിൽ തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ ഉള്ളിൽ പണി കിട്ടും. ഓൾറെഡി തന്നെ അവിടെ വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആ രാജ്യം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് മറിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഇറാൻ്റെ സുപ്രീം ലീഡറിൻ്റെ
ഫ്യൂണറൽ സെറമണിക്ക് പങ്കെടുക്കാതിരിക്കാൻ പാകിസ്ഥാന് കഴിയില്ല. അതിന് വഴിയൊരുക്കിയത് അമേരിക്ക തന്നെയാണ്. ഇതിനു മുമ്പ് ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഇത്തരത്തിലുള്ള ബന്ധം അത്ര ഊഷ്മളമല്ലായിരുന്നു. ട്രംപ് വന്നതിന് ശേഷമാണ് ഈ ബന്ധം ഇത്ര ഊഷ്മളമാക്കി കൊടുത്തത്. അതിനും ഉത്തരവാദി ട്രംപ് തന്നെയാണ്. അപ്പോൾ ഇറാന്റെ മുന്നിൽ ഇനി വേറെ ചോയ്സ് ഇല്ല. ഇനി മിസൈലുകൾ അയക്കാന്നുള്ള ഒരു ചോയ്സാണ് ഇറാന്റെ മുന്നിലുള്ളത്. അമേരിക്കയ്ക്കും ഇനി വേറെ മാർഗമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇറാന്റെ ഇൻസൈഡ് ഉള്ള ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇനി അമേരിക്കയുമായിട്ട് ഒരു സന്ധി സംഭാഷണത്തിന് ഇറാൻ തയ്യാറാവില്ല. അങ്ങനെ ഒരു വ്യക്തി തയ്യാറാകുന്നെങ്കിൽ അയാൾ ഇറാന്റെ ഉള്ളിൽ ഐസൊലേറ്റ് ചെയ്യപ്പെടും. അതുപോലെ യു എ ഒപെക് കൂട്ടായ്മയിൽ നിന്നും വെളിയിൽ വന്നതോടുകൂടി 3.8 മില്യൺ ബാരൽ പെർ ഡേ ആണ് അവരുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ഒപെക്കിന്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി അവരുടെ റിസോഴ്സ് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ഓയിൽ മാർക്കറ്റ് വളരെ റെസ്ട്രിക്റ്റഡ് മോഡിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനിപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട്. വളരെ ഫ്രീ ആയിട്ടുള്ള ഒരു വിൽപ്പന ശൈലി ഇപ്പം UAE പിന്തുടരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യ ഏറ്റവും കൂടുതൽ ഓയിൽ ഇപ്പം UAEയുടെ സൈഡിൽ നിന്ന് വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് ആർക്കാണ് തിരിച്ചടി എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയ്ക്കും റഷ്യയ്ക്കും തിരിച്ചടിയാണ്. UAE ഒപ്പക്കിൽ നിന്നും പുറത്തു വന്നത് സൗദി അറേബ്യയ്ക്കും റഷ്യയ്ക്കും ഒരു തിരിച്ചടിയാണ്. ഓക്കെ, റഷ്യ ഒരു പരിധിവരെ ഇന്ത്യ ബാലൻസ് ചെയ്ത് തന്നെ കൊണ്ടുപോകും. പക്ഷേ സൗദി അറേബ്യയ്ക്ക് ഒരു തിരിച്ചടിയാണ്. കാരണം സൗദി അറേബ്യയിൽ നിന്നും ബൾക്ക് ക്വാണ്ടിറ്റി എണ്ണ വാങ്ങിക്കുന്നത് ഇന്ത്യ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്റ്റോപ്പ് ചെയ്തിരുന്നു. സൗദി അറേബ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നുണ്ട്, ഇല്ലാന്നില്ല. വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഇപ്പം സൗദി അറേബ്യയുടെ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിക്കുന്നത്. ഇനി UAE ആയിരിക്കും ഇന്ത്യയുടെ മെയിൻ സപ്ലയർ. അതിൽ യാതൊരു മാറ്റമില്ല. പിന്നെ മറ്റുള്ള ഒപെക് കൂട്ടായ്മയിൽപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ അവരുടെ ഓയിൽ റെസ്ട്രിക്ഷൻ ആ ഒരു കണ്ടീഷൻസിൻ്റെ ഉള്ളിൽ പെട്ട് ഫ്രീ ആയിട്ട് എണ്ണ കച്ചവടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വീർപ്പ് മുട്ടി മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. അതുകൊണ്ടാണ് സൗദി അറേബ്യ $11 മാർക്കറ്റ് പ്രൈസിൽ നിന്നും കുറച്ച് എണ്ണ വിൽക്കാൻ തയ്യാറായത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ പുതിയ ഡെവലപ്മെൻറ്റുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.